ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണിയിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ രണ്ടാമത്തെ കിങ്ഡം ആയിട്ടുള്ള കിങ്ഡം പ്രൊട്ടിസ്റ്റയെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം മൊനീറയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കിങ്ഡം ആണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്നാൽ എന്താ? എല്ലാ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂക്യാരിയോട്ടുകളും വരുന്ന ഗ്രൂപ്പാണ് എന്ത്? കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും പ്രൈമർലി അക്വാട്ടിക് ആയിരിക്കും. ഈ ഒരു കിങ്ഡം പ്രൊട്ടിസ്റ്റയെ നമുക്ക് 5 ഗ്രൂപ്പുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഏതൊക്കെയായിരുന്നു? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ്, പ്രോട്ടോസോവൻ. അപ്പോൾ ഗ്രൂപ്പ് ഏതാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് അത്രമാത്രം നമുക്ക് ഈ ഒരു കിങ്ഡത്തിലും പഠിക്കാനുള്ളൂ. ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള മെമ്പേഴ്സ് ആരാണ്? ഡയാറ്റവും അതേപോലെ തന്നെ ഗോൾഡൻ ആൽഗയും ആണ്. ഗോൾഡൻ ആൽഗിനെ പറയുന്ന പേരെന്താ? ഡെസ്മിഡ്. ഓക്കെ, ക്രൈസോഫൈറ്റ്സിൽ വരുന്ന മെയിൻ മെമ്പേഴ്സ് നമുക്ക് പഠിക്കാനുള്ളതിൽ മെയിൻ മെമ്പേഴ്സ് ഏതാണ്? ഡയാറ്റവും ഗോൾഡൻ ആൽഗി. അതിൽ ഓരോ മെമ്പേഴ്സും ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. ഡയാറ്റത്തിനെ പറ്റിയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത്. ഡയാറ്റം എന്ന് പറയുന്ന സമയത്ത് എന്താ? ഇതാണ് ഡയാറ്റത്തിന്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ നോക്കിയാൽ അറിയാം, അവരുടെ സെൽ വാൾ എന്ന് പറയുന്നത് 2 തിൻ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഷെല്ലാണ്. ആ ഷെല്ല് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? നമ്മുടെ കയ്യിലൊക്കെ ഉള്ള സോപ്പ് ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള പോലെയാണ് അവരുടെ സെൽ വാൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യേകതയാണ്. സെൽ വാൾ ഫോം 2 തിൻ ഓവർലാപ്പിംഗ് ഷെൽ വിച്ച് ഫിറ്റ് ടു ഫോം എ സോപ്പ് ബോക്സ്. ഒരു സോപ്പ് ബോക്സ് എങ്ങനെയാണോ അതുപോലെയാണ് നമുക്ക് അവരുടെ സെൽ വാൾ കണ്ടാൽ മനസ്സിലാവുന്നത്. ഇനി അവരുടെ സെൽ വാളിന്റെ പ്രത്യേകത എന്താണ്? സെൽ വാളിൽ സിലിക്കയുടെ ഡിപ്പോസിഷൻ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് എന്താണ് ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ഈ ഡയാറ്റോമേഷ്യസ് എർത്തിന്റെ യൂസസ് എന്താണെന്നുള്ളതും. ഓക്കെ, 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറയാം. എന്താണ് ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ? ഈ ഡയാറ്റം when they die silica accumulated in the surrounding and form diatomaceous earth. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡയാറ്റത്തിന്റെ സെൽ വാളിൽ സിലിക്കയുടെ ഡിപ്പോസിഷൻ ഉണ്ട്. ഇവർ അവരുടെ ആ ഒരു ജീവിത അവസാനത്തിൽ, അതായത് when they die, ചത്തു കഴിഞ്ഞാൽ സെൽ വാളിലുള്ള സിലിക്ക എന്ത് ചെയ്യുന്നു? അവരുടെ ചുറ്റും സറൗണ്ടിങ്ങിൽ അക്യുമുലേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്? ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അത്രയും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഡയാറ്റോമേഷ്യസ് എർത്തിന് 2 യൂസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 യൂസിനെ പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് ഈ 2 പോയിന്റ് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഓക്കെ, ഈ ഡയാറ്റോമേഷ്യസ് എർത്തിന്റെ യൂസസ് എന്താണ്? പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഗ്ലാസിന്റെ പോളിഷിങ്ങിനും അതേപോലെ തന്നെ ഓയിലിന്റെയും സിറപ്പിന്റെയും ഫിൽട്രേഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? മെയിൻ ആയിട്ടുള്ള മെമ്പേഴ്സ് ഡയാറ്റോ ആണ്. ഡയാറ്റത്തിന്റെ പ്രത്യേകത അവരുടെ സെൽ വാൾ സോപ്പ് ബോക്സ് പോലെയാണ് കാണുന്നത്. ആൻഡ് ദെൻ their cell wall consists of silica. When they die, the silica accumulated in the surrounding and form diatomaceous earth. അതിനുശേഷം ഡയാറ്റോമേഷ്യസ് എർത്തിന്റെ 2 യൂസ്, ഗ്ലാസിന്റെ പോളിഷിങ്ങിനും ഓയിലിന്റെയും സിറപ്പിന്റെയും ഫിൽട്രേഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഡയാറ്റത്തിന്റെയും അതേപോലെ തന്നെ ഗോൾഡൻ ആൽഗി അല്ലെങ്കിൽ ഡെസ്മിഡിന്റെ സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന സബ്സ്റ്റൻസ്, അപ്പോൾ ഒരു ഹാർഡായിട്ട് സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് ഗ്ലാസിന്റെ പോളിഷിങ്ങും അതേപോലെ തന്നെ ഓയിലിന്റെയും സിറപ്പിന്റെ ഒക്കെ ഫിൽട്രേഷനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ? ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് തന്നെയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് എന്ത്? ഡയനോഫ്ലജല്ലേറ്റ്സ്. ഡയനോ ആ പേരിൽ തന്നെ ഉണ്ട്. ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഫ്ലജല്ല കാണുന്ന, ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ ലോക്കോമോഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. അപ്പോൾ 2 ഫ്ലജല്ല കാണുന്ന ഗ്രൂപ്പ് ആണെന്ത്? ഡയനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറയുന്നത്. They appear yellow, green, blue or red depending upon the pigments present in them. അതായത് ഡൈനോഫ്ലജല്ലേറ്റ്സിന്റെ ബോഡിയിൽ എന്ത് കാണുന്നുണ്ട്? പിഗ്മെന്റ്സ് കാണുന്നുണ്ട്. ആ ഏത് പിഗ്മെന്റ്സ് ആണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും അവർ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ സെൽ വാൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? സെല്ലിൽ ആക്കിയിട്ടുള്ളത്. ദെൻ ആ 2 ഫ്ലജല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? വൺ ലൈസ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് അതർ ട്രാൻസ്വേഴ്സ്ലി ഇൻ ദി ഫറോ ബിറ്റ്വീൻ ദി സെൽ പ്ലേറ്റ്. അടുത്ത സ്ലൈഡിലായിട്ട് ചിത്രം വരുന്നുണ്ട്, അപ്പോൾ പറയാം. ഒരു ഫ്ലജല്ല ലോഞ്ചിറ്റ്യൂഡിനലായിട്ടും മറ്റൊന്ന്
സെൽ പ്ലേറ്റുകൾക്കിടയിലുള്ള ഫറോ എന്ന് പറയുമ്പോൾ ഒരു സ്പേസ്, ആ സ്പേസിനുള്ളിലൂടെ കടന്നു പോകുന്ന രീതിയിലുമാണ് ആ ഫ്ലജല്ലയുടെ അറേഞ്ച്മെന്റ്. ദെൻ റെഡ് ഡൈനോഫ്ലജലേറ്റ്സ്, അതായത് റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈനോഫ്ലജലേറ്റിന് എക്സാമ്പിൾ ആണ് എന്ത്, ഗോണി അലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റേ ഉള്ളൂ ഡൈനോഫ്ലജലേറ്റ്സിൽ. കണ്ടോ, 2 ഫ്ലജല്ല, അതിൽ ഒരു ഫ്ലജല്ല ലോഞ്ചിറ്റ്യൂഡിനലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലജല്ല എന്ന് പറയുന്നത് 2 സെൽ പ്ലേറ്റുകൾക്കിടയിലുള്ള ഈ ഒരു സ്പേസ് ഉണ്ട്, ഈ സ്പേസിലൂടെ ആയിരിക്കും രണ്ടാമത് ഫ്ലജല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഇതാണ് എന്ത്, ഗോണി അലക്സിന്റെ സാന്നിധ്യം മൂലം ആ ഒരു വളരുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റാറ്റ് റെഡ് കളറായിട്ട് മാറുന്ന കണ്ടീഷനാണ് ഈ 2 ചിത്രത്തിലും കൊടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ദെൻ മൂന്നാമത്തെ ഗ്രൂപ്പ് ഏതാണ്, യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സ് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. യൂഗ്ലിനോയിഡ്സിന്റെ പ്രത്യേകത എന്താ, സ്റ്റാഗ്നന്റ് വാട്ടറിൽ കാണുന്ന പ്രൊട്ടിസ്റ്റ ഗ്രൂപ്പാണ് എന്ത്, യൂഗ്ലിനോയിഡ്സ്. ദെൻ സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ. ഇവരുടെ പ്രത്യേകത, അവർക്ക് സെൽ വാളിന് പകരം ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലെയർ കാണുന്നുണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്, പെല്ലിക്കിൾ. ഈ പെല്ലിക്കിൾ ഉള്ളതുകൊണ്ടാണ് അവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആയിട്ട് കാണപ്പെടുന്നത്. ഇവർക്കും 2 ഫ്ലജല്ല ഉണ്ട്. ആ ഫ്ലജല്ലയുടെ പ്രത്യേകത എന്താ, ഒന്ന് ഷോർട്ട് ആയിരിക്കും, ഒന്ന് ലോങ് ആയിരിക്കും. ഇവിടെ യൂഗ്ലിന അതിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത, യൂഗ്ലിനോയിഡ്സ് ലൈറ്റിന്റെ പ്രസൻസിൽ ഓട്ടോട്രോഫിക്കും ആയിരിക്കും, ലൈറ്റിന്റെ ആബ്സെൻസിൽ ഹെറ്ററോട്രോഫിക്കും ആയിരിക്കും. ഓക്കെ, ലൈറ്റ് ഉണ്ടാവുന്ന കണ്ടീഷനിൽ അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് ജീവിക്കും. പക്ഷെ ലൈറ്റ് ആബ്സെന്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ അവർ എന്തായിരിക്കും, മറ്റ് ജീവജാലങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ജീവിക്കും. അതാണ് ഹെറ്ററോട്രോഫിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താ, യൂഗ്ലിനോയിഡ്സ്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യൂഗ്ലിന. നാലാമത്തെ ഗ്രൂപ്പാണ് എന്ത്, സ്ലൈം മോൾസ്. സ്ലൈം മോൾസ് എന്ന് പറയുമ്പോൾ സാപ്രോഫൈറ്റിക് ആണ്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ. ഓക്കെ, ചത്തതും ജീർണിച്ചതുമായിട്ടുള്ള വസ്തുക്കളിൽ വളരുന്നവരെയാണ് നമ്മൾ സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ആളുകളാണെന്ത്, സ്ലൈം മോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രത്യേകതയായിട്ട് ഒരു പോയിന്റേ നോക്കാനുള്ളൂ. ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് ഇവർ മൊത്തം അഗ്രഗേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം. ഇനി അൺഫേവറബിൾ കണ്ടീഷൻ, അതായത് അവർക്ക് വളരാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു, ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യുന്നു, ബിയറിംഗ് സ്പോർസ് അറ്റ് ദ ടിപ്പ്. ഇത്തരത്തിലുള്ളതാണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിൽ നിറയെ എന്തായിരിക്കും, സ്പോറുകളായിരിക്കും. ഓക്കെ, ഫേവറബിൾ കണ്ടീഷനിൽ അവർ അഗ്രഗേറ്റ് ചെയ്ത് അത് കൂട്ടത്തോടെ വളരുന്ന കണ്ടീഷനെയാണെന്ന് പറയാം പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അൺഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിൽ നിറയെ എന്തായിരിക്കും, സ്പോറുകളായിരിക്കും കാണുന്നത്. അഞ്ചാമത്തെ ഗ്രൂപ്പാണ് പ്രോട്ടോസോവൻ. പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ഹെറ്ററോട്രോഫ്സ് ആയിരിക്കും. ഈ പ്രോട്ടോസോവൻ നമുക്ക് വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, സ്പോറോസോവൻ. ഓക്കെ, ഈ പേരിൽ തന്നെ ഉണ്ട് അവരുടെ നമുക്ക് പഠിക്കേണ്ട ക്യാരക്ടേഴ്സ്. ഫസ്റ്റ് വൺ അമീബോയിഡ് പ്രോട്ടോസോവൻ. നമ്മൾ അമീബ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും അല്ലേ. അമീബോയിഡ് പ്രോട്ടോസോവന്റെ പ്രത്യേകത എന്താ, ദേ മൂവ് ആൻഡ് ക്യാപ്ചർ ഫുഡ് വിത്ത് ഹെൽപ്പ് ഓഫ് സ്യൂഡോപോഡിയ. കണ്ടോ, അമീബയുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ച സമയത്ത് കപടപാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവർക്ക് മൂവ്മെന്റിന് വേണ്ടിയിട്ടും അതേപോലെ ഫുഡിനെ ഇൻടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറുകളാണ്, അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗമാണ് എന്ത്, സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. അത്രേ പഠിക്കാനുള്ളൂ. എക്സാമ്പിൾ അമീബയുണ്ട്, എൻഡമീബയുണ്ട്. എൻഡമീബ എന്ന് പറയുന്നത് ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള ഫോമാണ്. സെക്കൻഡ് വൺ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാ ചിത്രത്തിൽ കാണാം. അവർക്ക് ആ പേരിൽ പറയുന്ന പോലെ തന്നെ എന്തായിരിക്കും, ഒരു ഫ്ലജല്ല ഉണ്ടായിരിക്കും. മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഫ്ലജല്ല ഉണ്ട്. അത് ഫ്രീ ലിവിങ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ പാരസൈറ്റിക് ഫോമും ഉണ്ട്. അതിൽ പാരസൈറ്റിക് ആയിട്ടുള്ള ഫോം കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് സ്ലീപ്പിംഗ് സിക്നെസ്. എക്സാമ്പിൾ ട്രിപ്പാനോസോമ. കണ്ടോ, അമീബയും ട്രിപ്പാനോസോമയും കൊടുത്തിട്ടുണ്ട്. ട്രിപ്പാനോസോമയുടെ പ്രത്യേകത അവർ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. ഈ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഫ്ലജല്ല പ്രസന്റ് ആയിരിക്കും. ദെൻ മൂന്നാമത്തെ ഗ്രൂപ്പാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ സീലിയ പ്രസന്റ് ആയിരിക്കും. ഇനി അവരുടെ പോയിന്റ്, ദേ ഹാവ് എ കാവിറ്റി കോൾഡ് ഗള്ളറ്റ് വിച്ച് ഓപ്പൺ ഔട്ട്സൈഡ്. അവരുടെ ബോഡി പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് ഗള്ളറ്റ്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്, പാരമീസിയം.
ദെൻ നാലാമത്തെ ഗ്രൂപ്പാണ് സ്പോറോസോവൻ എന്ന് പറയുന്നത്. സ്പോറോസോവന്റെ പ്രത്യേകത എന്താണ്? അവരുടെ ലൈഫ് സൈക്കിളിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് അവരെ എന്ത് പറയുന്നത്? സ്പോറോസോവൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് പഠിക്കാനുള്ളത്. മലേറിയ കോസ് ചെയ്യുന്ന മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം. ഓക്കെ, ഈ പ്ലാസ്മോഡിയം നമ്മൾ സ്ലൈം മോൾഡിൽ പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയം തമ്മിൽ മാറിപ്പോകരുത്. ഇതെന്താണ്? മലേറിയൽ പാരസൈറ്റ് ആണ്. മറ്റേ സ്ലൈം മോൾഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് അവർ മൊത്തമായിട്ട് അഗ്രഗേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേര് അല്ലെങ്കിൽ ആണ് പ്ലാസ്മോഡിയം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു 5 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സ് ഉണ്ട്, ഡൈനോഫ്ലജെല്ലേറ്റ്സ് ഉണ്ട്, യൂഗ്ലിനോയിഡ്സ് ഉണ്ട്, സ്ലൈം മോൾഡ്സ് ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇത്രയും കാര്യങ്ങളാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ നോക്കി വെക്കാനുള്ളത്. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഡയാറ്റമേഷ്യസ് എർത്ത്, അവരുടെ യൂസ്, അതേപോലെ തന്നെ യൂഗ്ലിനോയിഡ്സിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 2-3 ഓരോ ഗ്രൂപ്പിൽ നിന്നും എക്സാമ്പിളും പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കിങ്ഡം പ്രൊട്ടിസ്റ്റ. ബാക്കി ഉള്ള കിങ്ഡം അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.